പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് പറയുന്നത് ഒരു മാഗസീൻ ഹോളാണ്. അപ്പോൾ ഇത് ഓണക്കാലമാണ്. അപ്പോൾ എല്ലാ വർഷവും ഓണത്തിന് മുന്നേ തന്നെ, ഓണം എന്നാണോ വരുന്നത് അതിന് തൊട്ട് മുന്നേ തന്നെ ഓണപ്പതിപ്പ്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഓണപ്പതിപ്പ് ഇറങ്ങാറുണ്ട്. അപ്പോൾ ഈ വർഷവും അതിൻ്റെ അനൗൺസ്മെൻറ്റും മറ്റു കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞു. അതായത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഓണപ്പതിപ്പ് ഇറങ്ങും എന്നുള്ളത് അറിയിപ്പുകളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പം ഞാനിത് കേൾക്കുകയുണ്ടായി. അപ്പം ഓണത്തിന് മുന്നേ ഇത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് ഓണപ്പതിപ്പ് ഇറങ്ങിയതാണ്. അപ്പം ഞാനിങ്ങനെ മടിച്ച് ജംഗ്ഷൻ വരെ പോയി അത് വാങ്ങിക്കാനുള്ള ഒരു ഇതിന് ഞാൻ മടിച്ച് ഓണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഓണം കഴിഞ്ഞപ്പോൾ 4 ഓണമായി. അപ്പോൾ 4 ഓണത്തിൻ്റെ അന്ന് ഞാൻ ജംഗ്ഷനിലോട്ട് ഇറങ്ങി. ഞാൻ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. എൻ്റെ മെയിൻ ഉദ്ദേശം മാതൃഭൂമിയുടെ ഓണപ്പതിപ്പ് വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് മാഗസീൻ വാങ്ങിക്കുന്ന കടയിൽ ഇപ്രാവശ്യം ഓണപ്പതിപ്പില്ല. അപ്പോൾ ഞാൻ ചെന്നിട്ട് മാതൃഭൂമിയുടെ ഓണപ്പതിപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് രാവിലെയും കൂടെ ഉണ്ടായിരുന്ന ഒരു കോപ്പി അത് പോയി. അതായത് മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പിന് ഓണപ്പതിപ്പ് ഇറങ്ങിയപ്പോൾ തന്നെ അത് സോൾഡ് ഔട്ടായി. ഇവിടെ കൊണ്ടുവച്ചതല്ല. പിന്നെ അവസാനം ഒരു കോപ്പി ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ ആരോ വാങ്ങിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. അപ്പം മാതൃഭൂമിയുടെ ഓണപ്പതിപ്പ് കിട്ടിയില്ല. അപ്പം ബാക്കി ഞാൻ എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് അവിടെ വരെ ചെന്നല്ലേ എന്ന് വിചാരിച്ച് കുറച്ച് മാഗസീൻസ് വാങ്ങിച്ചു. അപ്പോൾ ആ മാഗസീൻസാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഓണപ്പതിപ്പ് ഇപ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. ഞാൻ കഴിഞ്ഞ കുറേ വർഷമായിട്ട്, അതായത് ഒരു 3-4 വർഷമായിട്ട് അടുപ്പിച്ച് മാതൃഭൂമിയുടെ വേറെ ഒന്നും വായിച്ചില്ലെങ്കിലും ഈ ഓണപ്പതിപ്പുകൾ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് അത് കിട്ടിയില്ല. അപ്പം ബാക്കിയുള്ള മാസികകൾ ഏതൊക്കെയാണ് കിട്ടിയെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് കാണിക്കുന്നത് മനോരമയുടെ വാർഷിക പതിപ്പാണ്. അപ്പോൾ മനോരമയുടെ വാർഷിക പതിപ്പ് കഴിഞ്ഞ വർഷവും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ കൂടെ മലയാള മനോരമയുടെ വാർഷിക പതിപ്പ് കിട്ടിയിരുന്നു. അത് രണ്ടും ഒരേ സമയം ഇറങ്ങുന്നത്. അതായത് ഓണത്തിന് ഓണപ്പതിപ്പാണ് മാതൃഭൂമിക്കാർ ഇറക്കുന്നതെങ്കിൽ മനോരമ ഇറക്കുന്നത് വാർഷിക പതിപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞ വർഷവും ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് 2 ബുക്കുണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് റെഡ് ലേബലിൻ്റെ ഒരു പാക്കറ്റ്, 10 രൂപയുടെ ഒരു പാക്കറ്റ് തേയിലപ്പൊടി. അപ്പോൾ തേയിലപ്പൊടി ആദ്യമേ ഞാൻ കാണിക്കാം. ഇതാണ് തേയിലപ്പൊടി. 10 രൂപയുടെ ചെറിയൊരു പാക്കറ്റാണ്. ബ്രോക്ക് ബോണ്ടിൻ്റെ റെഡ് ലേബൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തേയിലയാണ്. അപ്പോൾ ഈ ഒരു തേയില പാക്കറ്റാണ് ഫ്രീ. അതുപോലെ മാതൃഭൂമിയുടെ കൂടെയും എന്തെങ്കിലും ഒന്ന് ഫ്രീ കിട്ടും. കഴിഞ്ഞോട്ട് എനിക്കൊന്ന് സാമ്പ്രാണി തിരിയോ സംതിങ് ആയിരുന്നു. അപ്പോൾ ഇത് റെഡ് ലേബലിൻ്റെ ബ്രൂക്ക് ബോണ്ടിൻ്റെ റെഡ് ലേബൽ എന്നുള്ള തേയിലപ്പൊടിയാണ് നമുക്ക് ഇപ്രാവശ്യം ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. 10 രൂപയുടെ ഒരു പാക്കറ്റ് ഫ്രീ ആണ്. അപ്പോൾ അടുത്ത നമ്മൾ കിടക്കുന്നത് വാർഷിക പതിപ്പിൻ്റെ 2 ലക്കങ്ങളിലേക്ക് കിടക്കുകയാണ്, 2 വോളിയത്തിലേക്ക്. അപ്പോൾ ആദ്യത്തെ വോളിയം ഞാൻ കാണിക്കുകയാണ്. ആദ്യത്തെ വോളിയത്തിൻ്റെ കവർ എന്ന് പറയുന്നത് കെ രമ, ആനി രാജ, ഉമാ തോമസ്. അപ്പോൾ ഇവർ 3 പേരും കൂടെ വരുന്ന ഒരു കമ്പൈൻഡ് ഇൻ്റർവ്യൂ മറ്റോ ആണ്, അല്ലെങ്കിൽ ആർട്ടിക്കിളോ മറ്റോ. ഇവരെ 3 പേരെ ഒന്നിച്ച്, അവർ 3 പേരുടെയും പ്രത്യേകത 3 പേരും 3 സെപ്പറേറ്റ് പാർട്ടിയാണ്. കെ രമയും പിന്നെ ആനി രാജ CPM, CPI ആണെന്ന് തോന്നുന്നു, CPIയോ CPMO ആണ്. ഉമാ തോമസ് കോൺഗ്രസ് ആണ്. അപ്പം ഇവർ 3 പേരും 3 പാർട്ടിയിലുള്ള ആൾക്കാരെയാണ് ഇപ്രാവശ്യം കവറായിട്ട് കൊടുത്തത്. അപ്പം ഞാൻ ഈ കവർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എനിക്കൊരു ഭയങ്കര വ്യത്യസ്ത ഒരു പ്രത്യേക കാര്യം ഒരു ട്രിവിയ ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം, അതായത് 2024 മലയാള മനോരമയുടെ വാർഷിക പതിപ്പിൻ്റെ കവർ ആനി രാജയായിരുന്നു. അതായത് ഒരു കവർ. അപ്പം രണ്ട് ബുക്കുണ്ട്, 2 വോളിയം ഉണ്ട്. അത് 2-ന് 2 പേരായിരിക്കും. അപ്പം കഴിഞ്ഞ വർഷത്തെ ഒരു വോളിയത്തിൻ്റെ കവർ ആനി രാജയായിരുന്നു. ആനി രാജയായിട്ടുള്ള ഒരു അഭിമുഖമായിരുന്നു അന്ന് അതിനകത്തുണ്ടായിരുന്നു. ആനി രാജ ആ സമയത്ത്, അതായത് ഈ വാർഷിക പതിപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് എന്താ സംഭവിച്ചത്, പുള്ളിക്കാരി ഇവിടെ കേരളത്തിലെ മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ MP ഇതിൽ ഒരു സീറ്റ് അവരാണ് ആനി രാജയാണ് മത്സരിച്ചത്. ആനി രാജ CPIയുടെയോ CPMൻ്റെയോ കേന്ദ്ര ഘടകം, അതായത് സെൻട്രൽ ബോഡിയിലുള്ള ഒരു ഉയർന്ന നേതാവാണ് ആനി രാജ. അവരുടെ ഭർത്താവും അങ്ങനെ തന്നെ D രാജ എന്ന മറ്റാണ് പുള്ളിക്കാരൻ്റെ പേര്. പുള്ളിക്കാരനും ഒരു വലിയ നേതാവാണ് CPMൻ്റെ, സെൻട്രൽ CPMൻ്റെ, അതായത് നാഷണൽ ലെവലിലുള്ള ലീഡേഴ്സാണ് ആനി രാജയും അവരുടെ ഭർത്താവായിട്ടുള്ള രാജയും. അപ്പം ഈ ആനി രാജ ഇവിടെ CPMൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്, LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു മണ്ഡലത്തിൽ മത്സരിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് ആ സമയത്തങ്ങാണ്ട് എടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അവരതിനകത്ത് മത്സരത്തിൽ നിന്നും അവരുടെ പൂർവ്വകാല ചരിത്രമെല്ലാം കഴിഞ്ഞ വർഷത്തെ വാർഷിക പതിപ്പിൽ അവർ പറയുന്നുണ്ട്. 2024 മനോരമ വാർഷിക പതിപ്പിൻ്റെ ഒരു വോളിയത്തിൻ്റെ കവർ ആനി രാജയായിരുന്നു. ആനി രാജയായിട്ടുള്ള അഭിമുഖമായിരുന്നു അതിൻ്റെ മുഖ്യ കവർ സ്റ്റോറി. അപ്പം
അപ്പോൾ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം ആനി രാജയുടെ കൂടെ കെ രമയും ഉമാ തോമസും ഉണ്ട്. കെ രമയും ഉമാ തോമസും ഉണ്ട്. പക്ഷേ ആനി രാജ ഉണ്ട്. ഇനി അടുത്ത വർഷം ആനി രാജ വന്ന് ഹാട്രിക് അടിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. ഇപ്പോൾ രണ്ട് വർഷം അടുപ്പിച്ച് ഞാൻ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഞാൻ മലയാള മനോരമയുടെ വാർഷിക പതിപ്പ് വാങ്ങുന്നത്. ആ സമയത്ത് ആനി രാജയായിരുന്നു കവർ. ഇപ്രാവശ്യവും കവറിൽ ആനി രാജയുണ്ട്. ഇനി അടുത്ത വർഷവും ആനി രാജ ആവട്ടെ. അങ്ങനെ ആനി രാജയ്ക്ക് ഒരു ഹാർട്ടിക് ആവട്ടെ. പിന്നെ ഇവിടെ രാഷ്ട്രീയം പറയാമെന്നാണ് കവർ സ്റ്റോറി. അതുകൂടാതെ 3 രാഷ്ട്രീയക്കാർ മറ്റൊരു പക്ഷിയുണ്ട്. കാലുമാറ്റക്കാരെന്ന് വിളിച്ചോളൂ പക്ഷേ പത്മജ സരിൻ സന്ദീപ് വാര്യർ. അപ്പോൾ കാല് മാറിയ 3 ആൾക്കാർ, അതായത് ഒരു പാർട്ടിയിൽ നിന്ന് വേറെ പാർട്ടിയിലോട്ട് പോയ 3 ആൾക്കാരും ഒരു ചെറിയ സബ് കവർ സ്റ്റോറി. അത് പത്മജ സരിൻ സന്ദീപ് വാര്യർ. ഇത്രയാണ് കവർ സ്റ്റോറികൾ. കൂടാതെ ടി പത്മനാഭൻ, ഇതിനകത്ത് എഴുതുന്ന ആൾക്കാരുടെ പേരുകൾ മാത്രം ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ടി പത്മനാഭൻ, കെ സച്ചിദാനന്ദൻ, സേതു, KGS, പ്രഭാവർമ്മ, സന്തോഷ് ചിക്കാനൻ, ഇന്ദു ഗോപൻ, റഫീഖ് അഹമ്മദ്, VJ ജെയിംസ്. ഇത്ര ആൾക്കാർ എഴുതുന്ന കഥ, കവിത, അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഉള്ളടക്കം പേജിലേക്ക് കിടക്കുകയാണ്. ഇതാണ് ഉള്ളടക്കം പേജ്. കഴിഞ്ഞ വർഷം ഇതേപോലെ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞാണ് ഉള്ളടക്കം പേജിൻ്റെ കാര്യം. ഉള്ളടക്കം ഒരു മനോഹരമായൊരു കവറോട് കൂടി, അതായത് ഒരു ആർട്ട് വർക്കോട് കൂടിയാണ് കഴിഞ്ഞ വർഷവും ഇവരുടെ ഈ ഇത് വന്നിട്ടുള്ളത്, ഉള്ളടക്കം പേജ് വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം അവർ അത് തന്നെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ആർട്ട് വർക്കാണ്. അപ്പോൾ ഇനി നമ്മൾ ഓരോരോ ഉള്ളടക്കത്തിൽ ഓരോരോ പാർട്ടായിട്ട് വായിക്കുകയാണ്. ജീവിതം രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക്കിൽ 2 സ്റ്റോറി വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്ത്രീ രാഷ്ട്രീയം എന്നാണ് അതിൻ്റെ തലക്കെട്ട്. അത് കെ രമ, ആനി രാജ, ഉമാ തോമസ് ഇവരെ 3 പേരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ വിനീത ഗോപി. അടുത്തത് കാല് മാറുമ്പോൾ എന്നാണ് മറ്റൊരു തലക്കെട്ട്. അത് പത്മജ, കെ സരിൻ, സന്ദീപ് വാര്യർ ഇവർ 3 പേരുമായിട്ട് P സജികുമാർ ഇൻ്റർവ്യൂ നടത്തുന്നു. അപ്പോൾ ഇത്രയാണ്. പിന്നുള്ളത് നോവലിലെയാണ്. 3 നോവലിലുണ്ട് ഇപ്രാവശ്യം. എഴുത്തുകാരുടെ പേര് 2 നോവലിലുണ്ട്. ആ 2 നോവലിലുടെയും എഴുത്തുകാരുടെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് മാത്രം വായിക്കാം. സന്തോഷ് ചിക്കാനത്തിൻ്റെ ഒരു നോവലിലുണ്ട്, ഇന്ദു ഗോപൻ്റെ ഒരു നോവലിലുണ്ട്. അതുകൂടാതെ ടി പത്മനാഭൻ്റെ കഥകൾ എഴുതിയ ആൾക്കാർ, ടി പത്മനാഭൻ, സേതു, VJ ജെയിംസ് ഈ 3 പേര് എഴുതിയ കഥകൾ. അത് 2 നോവലില്ല, 3 കഥകൾ, 4 കവിതകൾ എഴുതുന്ന ആൾക്കാരുടെ പേര് കെ സച്ചിദാനന്ദൻ, KGS, പ്രഭാവർമ്മ, റഫീഖ് അഹമ്മദ് ഈ 4 പേരാണ് കവിത എഴുതുന്നത്. അപ്പോൾ ഇതാണ് ഉള്ളടക്കം പേജ്. അപ്പോൾ കഴിഞ്ഞ വർഷവും ആനി രാജ ഫുൾ കവറായിരുന്നു. ഇപ്രാവശ്യം ആനി രാജയോട് 2 പേരും കൂടെ, എങ്കിലും ആനി രാജ വീണ്ടും കവറിൽ വന്നിരിക്കുകയാണ് മനോരമ വാർഷിക പതിപ്പിൻ്റെ. ഇത് 2ാമത്തെ ഓളിയമാണ് എടുക്കുന്നത്. 2ാമത്തെ ഓളിയത്തിൻ്റെ കവർ എന്ന് പറയുന്നത് രജനീകാന്താണ്. ഇപ്രാവശ്യത്തെ രജനീകാന്ത് 50 വർഷം സിനിമയിൽ പിന്നിടുകയാണ്. അപ്പോൾ അതിൻ്റെ ആർട്ടിക്കിളുകളാണ്, 2 ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. രജനീകാന്ത് 50 എന്നും പറഞ്ഞു. അപ്പോൾ 50 വർഷമായി അദ്ദേഹം സിനിമ ഫീൽഡിൽ വന്നിട്ട്, അപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള റൈറ്റപ്പാണ്. അപ്പോൾ കൂടാതെ 5 നോവലുകൾ, 3 കഥകൾ, 1 യാത്രാ വിവരണം, 3 കവിത, ഇത്രയും കൂടെ ഉണ്ട്. രജനീകാന്തിനെ പറ്റി 2 ആർട്ടിക്കിളുണ്ട്. മലയാളിയുടെ രജനീകാന്ത് എന്നും രജനി എന്ന ശരീരം എന്നുള്ള ആർട്ടിക്കിൾ എഴുതുന്നത് ഉണ്ണിയാർ. പിന്നെ മലയാളിയുടെ രജനീകാന്ത് എന്ന മറ്റൊരു ആർട്ടിക്കിളും ഉണ്ട്. അപ്പോൾ കവർ സ്റ്റോറി മലയാളിയുടെ രജനീകാന്താണ് കവർ സ്റ്റോറി. ഇതാണ് 2ാമത്തെ വോളിയം. ഉള്ളടക്കം പേജിലേക്ക് കിടക്കാം. ഉള്ളടക്കം പേജും മറ്റൊരു മനോഹരമായ ആർട്ട് വർക്കോട് കൂടിയ ഒരു സംഭവമാണ്. എനിക്ക് ഇവരുടെ ഈ ഉള്ളടക്കം പേജ് ഭയങ്കര ഇഷ്ടം. കഴിഞ്ഞ വർഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്രാവശ്യം ഈ ആർട്ട് വർക്ക്, അവർ ആർട്ടിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്, അതിനകത്തൊരു ആർട്ട് വർക്ക് കൊടുക്കുന്നത്. അടുത്തത് ജീവിതം സിനിമ എന്ന വലിയ തലക്കെട്ടിൽ രജനീകാന്തിനെ പറ്റിയുള്ള രജനീകാന്തിനെ പറ്റിയുള്ള ആർട്ടിക്കിളാണ്. 3 പേരാണ് എഴുതുന്നത്. അപ്പം രജനീകാന്തിൻ്റെ സിനിമാ ജീവിതത്തിന് 50 വയസ്സ് എന്നാണ് തലക്കെട്ട്. അത് എഴുതുന്നത് 3 പേരാണ്. ഒന്ന് ഉണ്ണിയാർ, മുഹമ്മദ് റഫീഖ്, ജെറിൻ ജോയ്. മുഹമ്മദ് റഫീഖ്, ജെറിൻ ജോയ്, അങ്ങനെ 3 പേര് എഴുതുന്ന സെപ്പറേറ്റ് ആർട്ടിക്കിളാണ് രജനീകാന്തിനെ ബേസ് ചെയ്ത്. അടുത്തത് കവിതകൾ എഴുതുന്ന ആളുകളുടെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ശ്രീകുമാരൻ തമ്പി, മുരുകൻ കാട്ടാക്കട, MB ഗോപികൃഷ്ണൻ. അടുത്തത് 3 കഥയുണ്ട്. എഴുതുന്നത് C രാധാകൃഷ്ണൻ, M മുകുന്ദൻ, PC മിനി. അടുത്ത യാത്രാ വിവരണമാണ്. ഹിമാലയൻ ഗ്രാമങ്ങളിലൂടെ എന്നാണ് യാത്രാ വിവരണത്തിൻ്റെ പേര്. എഴുതുന്നത് നന്ദിനി മേനോൻ. അടുത്തത് 4 നോവല്ല. അപ്പോൾ 5 നോവല്ല. മറ്റേനകത്ത് 3 നോവല്ല, ഇതിനകത്ത് 2 നോവല്ല, ഇതിനകത്ത് മൊത്തം 4 നോവല്ലകളാണ് കൂടുതൽ. നോവൽ 2 5 2 7 നോവല്ല വരുന്നുണ്ട്. ആനന്ദ് നീലകണ്ഠനാണ് ഒരു നോവൽ എഴുതുന്നത്. അടുത്ത CV ബാലകൃഷ്ണൻ, ജോസ് പനച്ചിപ്പുറം, ബിനോയ് തോമസ്, അബിൻ ജോസഫ്. ഇത്രയും പേരാണ് നോവലുകൾ എഴുതുന്നത്. അപ്പോൾ ഇത്രയാണ് കണ്ടന്റ്. 5 നോവല്ല, 3 കഥ, 1 യാത്രാ വിവരണം, 3 കവിത, പിന്നെ രജനീകാന്തിൻ്റെ ജീവിതത്തെ പറ്റി 3 പേര് പ്രത്യേക ആർട്ടിക്കിളുകൾ എഴുതുന്നു. ഇതാണ് ഉള്ളടക്കം പേജ്. 2ാമത്തെ വോളിയത്തിൻ്റെ കവർ രജനീകാന്ത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഈ പ്രാവശ്യത്തെ മലയാള മനോരമയുടെ വാർഷിക പതിപ്പ്.
അടുത്തത് മലയാള മനോരമ, മറ്റൊരു എന്താ പറയുക മാസികയാണ്. ഇത് ഞാൻ വാങ്ങാത്തൊരു മാസികയാണ് മനോരമ എന്ന് പറയുന്ന മലയാള മനോരമ. അതായത് ഈ മലയാള മനോരമയുടെ വാർഷിക പതിപ്പ് ഞാൻ ഇപ്പോൾ കാണിച്ചത് മലയാള മനോരമയുടെ ഒരു വീക്കിലിയാണ്. അത് വാർഷിക പതിപ്പല്ലാത്ത സാധാ ഒരു ആഴ്ച പതിപ്പിൻ്റെ ഒരു വീക്കിലി. അപ്പോൾ ഈ വീക്കിലി സെപ്റ്റംബർ 13 വരെയുള്ള ഒരു വീക്കിലിയാണ്. 2025 സെപ്റ്റംബർ 13 വരെയുള്ള വീക്കിലിയാണ്. അപ്പോൾ ഇത് അവിടെ കടന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വെസ്റ്റ് അവിടെ കണ്ടപ്പോൾ ഈ 15 നക്ഷത്ര കഥകൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ മികച്ച എഴുത്തുകാരുടെ പേരുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. നക്ഷത്ര കഥ എന്ന് വെച്ചാൽ മിനി കഥ എന്ന അർത്ഥത്തിലാണ്. പണ്ട് ഈ മനോരമ ആഴ്ച പതിപ്പിൽ മിനി കഥകൾ എന്ന് പറഞ്ഞ് വരുമായിരുന്നു. അതിനെ ഇപ്പം നക്ഷത്ര കഥകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അവരൊരു മലയാളത്തിലെ 15 എഴുത്തുകാരുടെ മിനിക്കഥകൾ. അപ്പോൾ ഞാൻ ഓർത്തു അതൊരു ഇൻട്രസ്റ്റിംഗ് ആണല്ലോ, മിനിക്കഥ പെട്ടെന്ന് വായിക്കുകയും ചെയ്യാം. അപ്പോൾ മിനിക്കഥകൾ വായിക്കാൻ വേണ്ടി മാത്രമായിട്ട് എടുത്തതാണ്. അപ്പോൾ സ്ഥിരമായിട്ട് മലയാള മനോരമയുടെ കവർ എപ്പോഴും ഏതെങ്കിലും ഒരു മോഡലായിരിക്കും. അപ്പം പിന്നെ അടിയിൽ ഓണാശംസകൾ എഴുതിയിരിക്കുന്നു. കൂടാതെ 15 ആളുകളുടെ പേര് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു, എഴുത്തുകാരുടെ. ഉള്ളടക്കം പേജിലേക്ക് കിടക്കാം. പൊന്നോണം. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകത, ഇതിനകത്ത് ഉള്ളടക്കമില്ല. എഡിറ്റോറിയൽ കഴിഞ്ഞ് അങ്ങ് തുടങ്ങുവാണ്, ഉള്ളടക്കം പേജില്ല. അപ്പോൾ ഈ മലയാള മനോരമ വീക്കിൽ ഉള്ളടക്കം പേജില്ല, എഡിറ്റോറിയലുണ്ട്. പൊന്നോണം കഥയോണം എന്ന് പറഞ്ഞൊരു എഡിറ്റോറിയലുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത പേജിൽ നോവൽ അങ്ങ് തുടങ്ങുവാണ്, അതായത് സീരിയലൈസ് നോവൽ. അപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും സീരിയലൈസ് ചെയ്തിരുന്ന നോവലുകളൊന്നും വായിക്കാറില്ല. മനോരമയിൽ പണ്ടൊക്കെ ഞാൻ മനോരമ വീക്കിലി ഇപ്പോൾ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വൺ ആഫ്റ്റർ അതർ എന്താ പറയുന്നത്, ഈ സീരിയസ്ഡ് ആയിട്ടുള്ള നോവലുകളാണ്. ഒരു 10 നോവലെങ്കിലും വരും. പക്ഷേ അതെല്ലാം സീരിയലൈസ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് വായിക്കാൻ പറ്റത്തില്ല. പിന്നെ ഫലിത ബിന്ദുക്കൾ, മിനി കഥകൾ, അങ്ങനെ ഒരു പങ്ക്തിയിൽ മാത്രം വരുന്ന സാധനങ്ങൾ മാത്രമേ പണ്ടും അല്ലെങ്കിലും വായിക്കാറുള്ളൂ. അപ്പോൾ ഈ മലയാള മനോരമ പിന്നെ ഒരു പൾപ്പ് ഫിക്ഷൻ കാറ്റഗറി പെടുന്നതാണ്. അതായത് സീരിയസ് ലിറ്ററേച്ചർ അല്ല, ഒരു പൾപ്പ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. ജനപ്രിയ സാഹിത്യം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല മനോരമയ്ക്ക്. പിന്നെ ഈ വലിയ എഴുത്തുകാരുടെ മിനിക്കഥകൾ വായിക്കാമല്ലോ എന്ന് വിചാരിച്ച് എടുത്തതാണ്. അപ്പം ജസ്റ്റ് ഈ എഴുത്തുകാരുടെ പേരുകൾ മാത്രം വായിക്കാം. ഇതിനകത്ത് ഉള്ളടക്കം പേജ് ഇല്ലാത്തതുകൊണ്ട് എഴുതിയിരിക്കുന്ന എഴുത്തുകാരുടെ പേര് മാത്രം വായിക്കാം. 1 ശ്രീ സി രാധാകൃഷ്ണൻ, NS മാധവൻ, വൈശാഖൻ, ജോർജ് ഓണക്കൂർ, ചന്ദ്രമതി, ഗ്രേസി, അഷ്ടമൂർത്തി, PK പാറക്കടവ്, ഉണ്ണി R, ശത്രുഘ്നൻ, M രാജീവ് കുമാർ, VR സുധീഷ്, CV ബാലകൃഷ്ണൻ, ഷീല ടോമി, PV ഷാജികുമാർ. അങ്ങനെ മലയാളത്തിലെ പ്രശസ്തരായ 15 എഴുത്തുകാരുടെ പേര് കൊടുത്തിരിക്കുന്നു. അവരെല്ലാം മിനിക്കഥ ഇതിനകത്ത് ഈ ഇഷ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഇതെന്ന് പറയുന്നത് 2025 സെപ്റ്റംബർ 15 അപ്പോൾ ഇത് കണ്ടുകൊണ്ട് മാത്രം എടുത്തതാണ്. അല്ലെങ്കിൽ ഞാൻ പൊതുവെ വായിക്കാത്ത അല്ലെങ്കിൽ എടുക്കാത്ത ഒരു മാസികയാണ് മനോരമ. കാരണം അതെല്ലാം സീരിയലൈസ്ഡ് വരുന്ന കാര്യങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ സ്ഥിരമായിട്ട് വരുത്തി വായിക്കുവാണെങ്കിൽ എല്ലാ നോവലും ഇങ്ങനെ ഓരോരോ ചാപ്റ്ററായിട്ട് വായിച്ചു പോകും. അല്ലെങ്കിൽ പ്രയോജനമില്ല. അടുത്തത് സെപ്റ്റംബറിലെ ഭാഷാപോഷിണിയാണ്. സെപ്റ്റംബർ മാസം 2025 സെപ്റ്റംബറിലെ ഭാഷാപോഷിണി. ഇതാണ് കവർ, സെപ്റ്റംബറിലെ ഭാഷാപോഷിണി. അപ്പോൾ ഇത് രത്തൻ തീയം, നാടകവും ജീവിതവും, അതാണ് കവർ സ്റ്റോറി. കൂടാതെ KM സാനു സ്മരണയുണ്ട്, അത് എഴുതുന്നത് പ്രൊഫസർ തോമസ് മാത്യു. കൂടാതെ 2 ലഘു നാടകങ്ങളും ഉണ്ട്. ഒന്നെന്ന് പറയുമ്പോൾ ഉമ്മറപ്പടിയുടെ ഉൾവേരുകൾ അടരുമ്പോൾ, അത് എഴുതുന്നത് അജയ് നാരായണനാണ്. കൂടാതെ മോക്ഷം എന്നൊരു ലഘുനാടകമുണ്ട്, അത് AK സർത്താജ് എഴുതുന്ന നാടകമാണ് മോക്ഷം. അപ്പോൾ 2 നാടകങ്ങളും കൂടെ ഈ ലക്കമുണ്ട്. ഇതാണ് ഉള്ളടക്കം പേജ്. ഉള്ളടക്കം പേജിൽ ഓരോന്ന് പ്രത്യേകം കൊടുത്തിരിക്കും. ലേഖനങ്ങൾ, നാടകം എല്ലാം പ്രത്യേകം. അത് ഇതിൻ്റെ ഒരു ഭാഷാപോഷണ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ആദ്യം നാടകമാണ്. ഏക കഥാപാത്ര നാടകം ഉമ്മറപ്പടിയുടെ ഉൾവേരുകൾ എന്നാണ് നാടകത്തിൻ്റെ പേര്. എഴുതുന്നത് ഡോക്ടർ അജയ് നാരായണൻ. അടുത്ത നാടകം മോക്ഷം, എഴുതുന്നത് AK സൽത്താജ്. പിന്നെ കവിതകളാണ്. കവിതയുടെ പേരും എഴുതിയയാളുടെ പേരുമാണ് വായിക്കുന്നത്. കഥാഗതൻ എഴുതുന്നത് K രാജഗോപാൽ. മരിച്ച സ്ഥലം എഴുതുന്നത് സെബാസ്റ്റ്യൻ. മഴയത്ത് ഒരു കിണറ്റു തവള എഴുതുന്നത് ആര്യാംബിക. സൃഷ്ടി L തോമസ് ഊട്ടി. 1000 അസ്ഥികൂടങ്ങൾ അവർ എഴുതുന്നത് KT ഷൈബു മുണ്ടയ്ക്കൽ. നീ അങ്ങനെ പൊഴിയും, അത് എഴുതുന്നത് മനോജ് ചാരുമൂട്. അടുത്ത ലേഖനങ്ങളാണ്. നാടകവേദിയിലെ മായാത്ത മുദ്രകൾ എന്നാണ് ഒരു ലേഖനത്തിൻ്റെ പേര്. എഴുതുന്നത് ഡോക്ടർ ആശിഷ് കുമാർ ഗോസ്വാമി. നിശബ്ദ ഗർജനം, ആ ലേഖനം എഴുതുന്നത് ഡോക്ടർ അഭിലാഷ് പിള്ള. പിന്നെ കൂടാതെ മനുഷ്യദർശനത്തിൻ്റെ പടുത്ത വിമർശന ശില്പം, മനുഷ്യദർശനത്തിൽ പടുത്ത വിമർശന ശില്പം, അത് എഴുതുന്നത് M തോമസ് മാത്യു ആണ്. കാരൂർ കഥകളിലെ തൊഴിലടയാളങ്ങൾ, അത് എഴുതുന്നത് ഡോക്ടർ ബാബു P രമേശാണ്. ഖസാക്കിൻ്റെ ഇതിഹാസം വീണ്ടും വായിക്കുമ്പോൾ, അത് എഴുതുന്നത് മധുസൂദൻ V ആണ്.
കേരളീയ മിത്തുകളിലെ പരിസ്ഥിതി ഭാവങ്ങൾ, അത് എഴുതുന്നത് PS നവാസ്. മരണസങ്കല്പം സിസിഫസിലും ഇന്ത്യൻ സാഹിത്യത്തിലും, അത് എഴുതുന്നത് മധു ഇളയത്താണ്. പിന്നെ ജലവസ്തുക്കൾ എന്ന് പറയുന്നത് കഥയുടെ പേരാണ്, എഴുതുന്നത് ജോണി വർക്കിയാണ്. കൂടാതെ സ്ഥിരം പങ്ക്തികളായിട്ടുള്ള പ്രതികരണങ്ങൾ, പഴമയിൽ നിന്ന്, പുസ്തക ലോകം, സ്നേഹപൂർവ്വം, ഇത്രയും സ്ഥിരം പങ്ക്തികളാണ്. അപ്പോൾ ഇതാണ് സെപ്റ്റംബർ മാസത്തിലെ 2025 സെപ്റ്റംബറിലെ ഭാഷാഭൂഷൺ. ഇതാണ് കവർ. ഇനി അടുത്തത് സെപ്റ്റംബറിൽ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങാറുള്ള ഒരു മാസികയാണ് മാതൃഭൂമിയുടെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. അത് കിട്ടിയ സെപ്റ്റംബർ മാസത്തിലെ മാതൃഭൂമി GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇതാണ് കവർ. എന്തൊക്കെയാണ് കവറിൽ കൊടുത്തിരിക്കുന്നത്? സുരക്ഷിത ഭക്ഷണം എന്ന മരീചിക, വിനോദ വ്യവസായം വഴിത്തിരിവിൽ, ഭാവിയുടെ ഊർജം ആണവോർജമോ, വന്ധ്യവയോധികന് 200 വയസ്സ്, പിന്നെ AI അജണ്ട, നിർമ്മിത ബുദ്ധിയിൽ ഇന്ത്യയുടെ ഭാവി, പിന്നെ എക്സാം ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് എക്സാമുകളെ ഫോക്കസ് ചെയ്ത്, അതായത് ഈ ജനറൽ നോളജുമായിട്ട് ബന്ധപ്പെട്ട എക്സാമുകളെ ഫോക്കസ് ചെയ്ത് കുറേ ചോദ്യോത്തരങ്ങൾ ഇതിനകത്ത് കൊടുക്കും. അതുകൊണ്ട് കൂടാതെ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കവർ സ്റ്റോറി AI അജണ്ട എന്നുള്ളതാണ്. AIയിൽ ഇന്ത്യയുടെ ഭാവി എന്താണ് എന്നുള്ള ഒരു ആർട്ടിക്കിളാണ് ഇതിലെ സുപ്രധാനമായിട്ടുള്ള ഒരു കവർ സ്റ്റോറി. നമ്മൾ ഉള്ളടക്കം പേജിലേക്ക് കിടക്കുകയാണ്. ഇതാണ് ഉള്ളടക്കം പേജ്. അപ്പോൾ ഉള്ളടക്കം പേജിലുള്ള കാര്യങ്ങൾ ഒന്ന് വായിക്കാം. കവർ സ്റ്റോറി എന്ന് പറയുന്നത് ഇന്ത്യയുടെ AI വിപണി കുതിക്കുമോ, ഇന്ത്യയിൽ AI വിപണി കുതിക്കുമോ എന്നുള്ളതാണ് കവർ സ്റ്റോറി. എഴുതുന്നത് ഡോക്ടർ ജിജോ P ഉലഹന്നാൻ. അടുത്ത ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഉള്ള ഒരു ആർട്ടിക്കിളാണ് സുരക്ഷിത ഭക്ഷണം അവകാശമാണ് പക്ഷേ, അത് എഴുതുന്നത് അഡ്വക്കേറ്റ് ഗ്രീഷ്മ മുരളി. എനർജി എന്ന ടോപ്പിക്കിൽ ഉള്ള ആർട്ടിക്കിൾ ഭാവിയുടെ ക്ലീൻ എനർജി, അത് എഴുതുന്നത് അഖിൽ തുളസീധരനാണ്. അടുത്ത ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പങ്ക്തിയാണ്. അതിനകത്ത് വന്ധ്യവയോധികന് 200 വയസ്സെന്ന ആർട്ടിക്കിളാണ്. അത് എഴുതുന്നത് GK കൃഷ്ണഗോപാൽ. അടുത്ത എൻ്റർടൈൻമെൻറ്റ് എന്ന ടോപ്പിക്കിൽ എഴുതുകയാണ് തളരുകയാണോ വിനോദ വ്യവസായം എന്നാണ് ആർട്ടിക്കിളിൻ്റെ പേര്. അത് എഴുതുന്നത് അൻസിഫ് അബു. അപ്പോൾ അടുത്തത് സ്ഥിരം പങ്ക്തികളാണ്, അതൊന്ന് വായിക്കാം. ക്യുക്ക് റീഡ്സ്, സയൻസ് അലേർട്ട്, ക്യുക്ക് സോണ്, ബുക്ക് ഷെൽഫ്, റീപ്ലേ, ഹെർ, വോഗ്, ഖരാക്ഷരങ്ങൾ, കറണ്ട് ഇവൻറ്റ്സ്, സ്പോർട്സ്, ബസ് വേർഡ്, ഇത്രയാണ് സ്ഥിരം പങ്ക്തികൾ. പിന്നെ എക്സാം ഫോക്കസ് ഉണ്ട്. എക്സാം ഫോക്കസ് എന്ന് പറയുന്നത് എക്സാമുകൾക്ക് വേണ്ടിയുള്ള, അതൊന്നും ഞാൻ അങ്ങനെ വായിക്കാറേ ഇല്ല. അതിൻ്റെ ജസ്റ്റ് ടൈറ്റിലുകൾ മാത്രം വായിക്കാം. ജനറൽ ഇംഗ്ലീഷ്, ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്, PSC ഡിഗ്രി ലെവൽ മെയിൻസ്, സിവിൽ സർവീസ് പ്രിലിംസ്, KAS മെയിൻസ്, കറണ്ട് അഫയേഴ്സ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ്, ഇത്രയും സ്ഥിരം പങ്ക്തികൾ. പക്ഷേ എക്സാം ഫോക്കസ് സ്ഥിരം പങ്ക്തികൾ. അടുത്ത മോഡൽ IBPS PO എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അതിൻ്റെ മോഡൽ പേപ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മാസത്തെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ്, മാതൃഭൂമി GK ആൻഡ് കറണ്ട് അഫയേഴ്സ് സെപ്റ്റംബർ ലക്കം 2025. അടുത്തത് നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കാറുള്ള മാഗസീനാണ് നമ്മളുടെ വീക്ക്, ഇംഗ്ലീഷ് മാഗസീനാണ് ദ വീക്ക്. അത് വീക്കിലിയാണ്. അപ്പോൾ കവർ സ്റ്റോറി കാവേരി ഫ്ലോസ് അഗെയിൻ എന്നാണ് കവർ സ്റ്റോറി. ഡിക്കേഡ് ഓൾഡ് ഫൈറ്റർ എഞ്ചിൻ പ്രോജക്റ്റ് റീബോൺ ഫോർ ഷെൽത്ത് വെപ്പൺ. അപ്പോൾ കാവേരി എന്ന് പറയുന്നത് എഞ്ചിൻ്റെ പേരാന്ന് തോന്നുന്നു, കാരണം ഡിക്കേഡ് ഓൾഡ് ഫൈറ്റർ എഞ്ചിൻ പ്രോജക്റ്റ് റീബോൺ ഫോർ സ്റ്റെൽത്ത് വെപ്പൺ എഴുതിയിരിക്കുന്നു. പ്ലസ് രാമമൂർത്തി ഡയറക്ടർ ഓഫ് ഗ്യാസ് ടർബൈൻ, അങ്ങനെ കുറച്ച് ആൾക്കാരുടെ പേരുകൾ ആരൊക്കെയാണ് ഇതിനകത്ത് എഴുതുന്നതിനുള്ള വ്യക്തികളുടെ പേര് കൊടുത്തിരിക്കുന്നു. പിന്നെ മോഡി പുടിൻ, അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ. മഹാരാഷ്ട്ര പൊളിറ്റിക്സിനെ പറ്റി ഒരു ആർട്ടിക്കിൾ. അതീഷ് ടീസ് സെർച്ച് ഫോർ ഹോം ആൻഡ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ, സെർച്ച് ഫോർ ഹോം ആൻഡ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് കവർ സ്റ്റോറി ദ വീക്ക്. കൂടാതെ ദ വീക്ക് പ്ലസ് ഇവിടെ ദ വീക്ക് പ്ലസ് എന്ന് പറഞ്ഞിട്ട്, അതെ ദ വീക്ക് പ്ലസ് എന്ന് പറഞ്ഞിട്ട് ഒരു സപ്ലിമെൻ്റ് ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ആ സപ്ലിമെൻ്റ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്, ഞാൻ പൊട്ടിക്കുകയാണ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സപ്ലിമെൻറ്റിൻ്റെ ഇപ്പോൾ 2 മാസികയുണ്ട് നമ്മൾ വാങ്ങിക്കുമ്പം. ഒരെണ്ണം സപ്ലിമെൻ്റ് ആണ്, അതിന് ദ പ്ലസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് സാധനം ദ വീക്ക് പ്ലസ്. അപ്പോൾ ആദ്യം മെയിൻ ഇത് സെപ്റ്റംബർ 14 വരെയുള്ള ദ വീക്കാണ്. സെപ്റ്റംബർ 14 വരെ. ഇതാണ് ഉള്ളടക്കം പേജ്. സെപ്റ്റംബർ 14 2025 സെപ്റ്റംബർ 14 വരെയുള്ള വീക്കിൻ്റെ ഉള്ളടക്കം പേജ്. ഇനി നമ്മൾ ഓരോരോ ആർട്ടിക്കിളായിട്ട് ടൈറ്റിലുകൾ വായിക്കണം. കണ്ടന്റ് പേജ് ഒന്ന് വായിക്കാം. അടുത്ത കവർ സ്റ്റോറി 24. Kaveri comes back. The Kaveri program was written off, having failed to make an engine for India's indigenous fighter. But the years of work on it have not been a complete waste. Lessons from Kaveri are now being used to power India's stealth combat aerial platform. അപ്പം ബേസിക്കലി ഇതൊരു എഞ്ചിനാണ്. ഒരു സെൽത്ത് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ആളെ വെച്ചാൽ
രഹസ്യമായിട്ട് എന്താ പറയുന്നത് രഹസ്യ മിഷനുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്ലെയിൻ്റെയൊക്കെ ഒരു എഞ്ചിനാണ് ഈ സംഭവം. അപ്പോൾ ഇതിൻ്റെ പേര് കാവേരി എന്നാണ് പ്രോജക്റ്റിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് കാവേരി ഫ്ലോസ് അഗെയിൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ആൾറെഡി ഈ കർണാടകയും തമിഴ്നാടും തമ്മിൽ കാവേരി റിവർ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്തോ ആണെന്നാണ് ഞാൻ സത്യം പറഞ്ഞ ആദ്യം കണ്ടപ്പം ഈ വലിയ അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നത് കാവേരി ഫ്ലോസ് അഗെയിൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് അവർ തമ്മിലുള്ള എന്തോ പ്രശ്നം കോംപ്രമൈസ് ആയി എന്ന്. പക്ഷേ ശരിക്കും അതൊരു എഞ്ചിൻ്റെ പേരാണ്. ഇത് കാവേരി എന്ന് പറയുന്ന ഒരു എഞ്ചിൻ ഉണ്ടാക്കാനുള്ള ഒരു പ്രോജക്റ്റിൻ്റെ പേരായിരുന്നു കാവേരി. കാവേരി ഈസ് നോട്ട് ഡെഡ്, ഇറ്റ് ഈസ് എലൈവ്. ആ ആർട്ടിക്കിൾ എഴുതുന്നത് കെ രാജലക്ഷ്മി മേനോൻ. അടുത്ത ആർട്ടിക്കിൾ കാവേരി ഈസ് ബീങ് ഡെവലപ്ഡ് ഫോർ അൺമാൻഡ് കോമ്പാക്ട് ഏരിയൽ വെഹിക്കിൾസ്. അത് എഴുതുന്നത് SV രാമണമൂർത്തി. അതായത് അൺമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് അതിനെന്തോ ഒരു ഡ്രോണായിട്ട് പോയിട്ട് എന്താ പറയുക ആളില്ലാത്ത വിമാനങ്ങൾ അതിനുവേണ്ടി വികസിപ്പിച്ച ഒരു എഞ്ചിനാണ് കാവേരി എന്ന് പറഞ്ഞ എഞ്ചിൻ. അപ്പോൾ അതിനെപ്പറ്റി അടുത്ത ആർട്ടിക്കിൾ, അങ്ങനെ മൊത്തം 4 ആർട്ടിക്കിളുണ്ട്, 2 ആർട്ടിക്കിൾ. അതിൻ്റെ മൂന്നാമത്തെ ആർട്ടിക്കിൾ വി നീഡ് ഡിസ്റപ്റ്റീവ് സ്ട്രാറ്റജീസ് ടു ഡെവലപ്പ് അവർ ഓൺ എയറോ എഞ്ചിൻ. അത് എഴുതുന്നത് BR ചൗധരി. അടുത്തത് ദ ആർട്ട് ഓഫ് മേക്കിംഗ് എയറോ എഞ്ചിൻസ്. അത് എഴുതുന്നത് R മാധവനാണ്. ഇത്രയും 4. പിന്നെ അടുത്തത് ഡിപ്ലോമസി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഇന്ത്യ മസ്റ്റ് എക്സ്പ്ലോയിറ്റ് ദ റഷ്യ കണക്ഷൻ വിത്തൗട്ട് ബിക്കമിങ് ഹോസ്റ്റേജ് ടു ഇറ്റ് ആൻഡ് എൻഗേജ് ചൈന ബട്ട് നെവർ ഓൺ ബീജിംഗ് ടേംസ്. അത് എഴുതുന്നത് ലെഫ്റ്റനന്റ് ജം AB ശിവാനി. അതായത് ഇന്ത്യയും റഷ്യയും ചൈനയും തമ്മിലുള്ള പൊളിറ്റിക്കൽ ബന്ധത്തെപ്പറ്റി എഴുതുന്ന ഒരു ആർട്ടിക്കിളാണ്. ഡിപ്ലോമസി എന്നാണ് ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ. അടുത്തത് എലക്ഷൻസ് എന്നുള്ള ടോപ്പിക്കിലുള്ള ഒരു ആർട്ടിക്കിളാണ്. ഷുഡ് ഇന്ത്യ റീവിസിറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാർ ദാറ്റ് പ്രിവെൻറ്റ്സ് യങ് ഇന്ത്യൻസ് ഫ്രം എൻറ്ററിംഗ് ലെജിസ്ലേറ്റീവ് പൊളിറ്റിക്സ് അൺടിൽ ദേ ടേൺ 25. അങ്ങനെ ഒരു ആർട്ടിക്കിൾ. അടുത്ത കറണ്ട് ഇവൻറ്റ്സ് എന്നതിൽ മെയിനായിട്ടുള്ളത് ഫഡ്നാവിസ് ഹാസ് പുൾഡ് ഓഫ് എ ബാലൻസിങ് ആക്ട് ടു കീപ് ദ മറാത്ത റിസർവേഷൻ ക്രൈസിസ് അണ്ടർ കൺട്രോൾ ബട്ട് വിത്ത് ദ BJP's OBC വോട്ട് ബാങ്ക് നോട്ട് ഓൺ ബോർഡ് ദ ട്രൂസ് മേ ബി ടെമ്പററി. അതൊരു ആർട്ടിക്കിളാണ്. ഛത്തീസ്ഗഡ് വയലൻസ് ആൻഡ് പീസ് ടോക്ക് കനോട്ട് കോ എക്സിസ്റ്റ്. അത് എഴുതുന്നത് വിഷ്ണു DO സായി ആണ്. അടുത്ത നോർത്ത് ഈസ്റ്റ് നേച്ചർ ആൻഡ് കൾച്ചർ മേക്ക് മേഘാലയ മെമ്മറബിൾ. മേഘാലയയെ പറ്റിയുള്ള ആർട്ടിക്കിളുണ്ട്. അത് എഴുതുന്നത് കോൺറാഡ് കെ സംഗമ. കോൺറാഡ് കെ സംഗമ എഴുതുന്ന ഒരു ആർട്ടിക്കിളാണ്. പക്ഷേ അദ്ദേഹം ഒരു ചീഫ് മിനിസ്റ്ററാണ്. അപ്പോൾ മേഘാലയയിലെ ചീഫ് മിനിസ്റ്ററാണ് കോൺറാഡ് കെ സംഗമ. അപ്പോൾ അദ്ദേഹം നേരിട്ട് എഴുതുന്ന ഒരു ആർട്ടിക്കിളാണ്. അടുത്ത സ്ഥിരം കോളംസ് ആയിട്ടുള്ള പവർ ഡ്രൈവ്, സ്കാൽപ്പൻ, ഡീറ്റൂർ, അതർവൈസ് ക്രാക്ക്ഡ്, ലാസ്റ്റ് വേർഡ്. ഇത്രയും ഈ 5 സ്ഥിരം പങ്ക്തികളാണ്. കൂടാതെ ലെഷർ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ടോപ്പിക്കിൽ അതും ഒരു സ്ഥിരം പങ്ക്തിയാണ്. പക്ഷേ അതിനാ ടോപ്പിക്കുകൾ മാറി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ആസിഷ് ടീസർ ഓൺ ഈസ് ന്യൂ ബുക്ക് എക്സലന്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഒരു എഴുത്തുകാരനെ പറ്റിയുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ലെഷർ എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഒരു സെക്ഷൻ ഇതിനകത്തുണ്ട്. സ്ഥിരം പങ്ക്തിയാണ്, പക്ഷേ അതിനകത്ത് ടോപ്പിക്കുകൾ മാറി ഇപ്രാവശ്യം ഉള്ളത് ഒരു എഴുത്തുകാരൻ്റെ ഇൻ്റർവ്യൂ ആണ്. അദ്ദേഹത്തിൻ്റെ പേര് ആതിഷ് തസീർ എന്നാണ്. ഇതാണ് കണ്ടന്റ് പേജ്, ഇതാണ് കവർ പേജ്. ദ വീക്ക് സെപ്റ്റംബർ 14 വരെ 2025. അത് കൂടാതെ അതിൻ്റെ കൂടെ കിട്ടിയ സപ്ലിമെൻ്റ് ആണ് പ്ലസ് എന്നുള്ള. ഇതിൻ്റെ കവർ സ്റ്റോറി എന്ന് പറയുന്നത് കാണ്ടൂർ ഇൻ്റർനാഷണൽ സ്കൂൾ അഡ്മിഷൻ. പരസ്യമാണോ? ഓക്കെ, ഈ സ്കൂളിനെ പറ്റിയുള്ള ഇതാട്ടോ, സ്കൂളിനെ പറ്റിയുള്ള പരസ്യമാണ്. വെറുതെ 4 പേജേ ഉള്ളൂ. കാണ്ടൂർ ഇൻ്റർനാഷണൽ സ്കൂൾ അഡ്മിഷൻ ഓപ്പൺ. അപ്പോൾ ഈ സ്കൂളിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ അവർ സ്പോൺസേഡ് പരസ്യം എന്നുള്ള രീതിയിൽ, സ്പോൺസേഡ് ആർട്ടിക്കിൾ എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ സ്കൂളിലുള്ള അനുഭവങ്ങളൊക്കെ ആൾക്കാർ പങ്കുവെക്കുമെന്ന് തോന്നുന്നു. അവിടെ പഠിച്ചവരും അവിടുത്തെ വിദ്യാർത്ഥിനികളും അധ്യാപകരും ഒക്കെ. ഇത്രയേ ഉള്ളൂ, 4 പേജേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ കോണ്ടോർ എന്ന് പറയുന്ന സ്കൂളിൻ്റെ പരസ്യമാണ്. അത് ഒരു സപ്ലിമെൻ്റ് ആയിട്ട് വീക്കുകാർ തന്നിട്ടുള്ളതാണ്. അടുത്തത് ഇപ്പം ഞാൻ കാണിച്ചത് ഏറ്റവും ലേറ്റസ്റ്റ് വീക്കാണ്. അതിന് തൊട്ട് മുമ്പത്തെ വീക്കാണിത്. ഇതാണ് വീക്ക്. അത് ഞാൻ അരുന്ധതി റോയുടെ പടം കണ്ടുകൊണ്ട് എടുത്തത്. അരുന്ധതി റോയുടെ ഒരു പുതിയ ബുക്ക് വന്നിട്ടുണ്ട്, മേരി മദർ ഓഫ് ഗോഡ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു ബുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഞാൻ അരുന്ധതി റോയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഒരു എഴുത്തുകാരി എന്ന രീതിയിൽ ഞാൻ എടുത്തതാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇതെന്ന് വരെയുള്ളതാണ്, സെപ്റ്റംബർ 7 വരെയുള്ള, സെപ്റ്റംബർ 7 2025 വരെയുള്ള വീക്കാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സപ്ലിമെൻ്റ് ഉണ്ട്, വീക്ക് ഹെൽത്ത് എന്നാണ് സപ്ലിമെൻറ്റിൻ്റെ പേര്, വീക്ക് ഹെൽത്ത്. അത് രണ്ടും കൂടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ പൊട്ടിക്കുകയാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി, നിങ്ങളെ കാണിച്ചോട്ട് പൊട്ടിക്കാന്ന് വിചാരിച്ചു. പണ്ട് ഞാനിത് പതുക്കെ ഇളക്കിയെടുക്കാൻ നോക്കി കീറിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള ഇളക്ക് പരിപാടിയൊന്നുമില്ല. ഞാൻ പണ്ട് ഇങ്ങനെ പതുക്കെ സ്റ്റിക്കർ ഇങ്ങനെ ഇളക്കി എടുക്കാമെന്നുള്ള രീതിയിൽ എടുക്കും. ഇവിടെ നമ്മുടെ ലൈവായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നപ്പം കീറിഞ്ഞ് പോരുത്, പേപ്പർ കീറിഞ്ഞ് പോരും. ഞാൻ ഓർത്തു അതായിട്ടിരിക്കട്ടെ സ്റ്റിക്കർ. അപ്പോൾ ഇതാണ് കവർ. മൈ മദർ മൈ ഗാങ്സ്റ്റർ, എൻ്റെ അമ്മ എൻ്റെ ഗാങ്സ്റ്റർ. ഇൻ്റർവ്യൂ വിത്ത് അരുന്ധതി റോയ് ഓൺ എക്സ്പ്ലോസീവ് ന്യൂ ബുക്ക്, പുതിയ ബുക്കിനെ പറ്റിയുള്ള ഇൻ്റർവ്യൂ. അതാണ് കവർ സ്റ്റോറി. പിന്നെ രാഹുൽസ് ന്യൂ മിഷൻ, BJP's ഗെയിം പ്ലാൻ ടു ടാക്കിൾ ഹിം.
അടുത്തത് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ബാറ്റ്ലിംഗ് ട്രസ്റ്റ് ഡെഫിസിറ്റ്. അമിത് ത്രിപാഠി എഴുതുന്നു ഹൗ വി ക്രിയേറ്റ് ഹിന്ദു മുസ്ലിം നറേറ്റീവ്. അത് അമിത് ത്രിപാഠി എഴുതുന്നു. ഇതാണ് കണ്ടന്റ് പേജ്. സെപ്റ്റംബർ 7, 2025 വരെയുള്ള വീക്കിൻ്റെ കണ്ടന്റ് പേജ്. അപ്പോൾ കണ്ടന്റ് ഞാൻ വായിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടുള്ളത് കവർ സ്റ്റോറിയാണ്. ബിൽട്ട് ഫ്രം ഫുറി, അതാണ് കവർ സ്റ്റോറി. അതെന്ന് പറയുന്ന ഒരു അരുന്ധതി റോയുമായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. അടുത്തത് എക്സ്പ്ലെയിൻ ദ മെരി ഫാസറ്റ് ഓഫ് ഹർ മദർ മേരി റോയ്. സോ അരുന്ധതി റോയുടെ ഏറ്റവും പുതിയ ബുക്ക് എന്ന് പറയുന്നത് അവരുടെ മേരി റോയ് എന്ന് പറയുന്ന അവരുടെ അമ്മയെ പറ്റിയുള്ള മെമ്മോയറാണ്. അപ്പോൾ അവരുടെ അമ്മയെ പറ്റി എഴുതുന്ന ബുക്കാണ് ലേറ്റസ്റ്റ് ബുക്ക്. അതിനെപ്പറ്റിയുള്ള ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അമ്മയെ പറ്റി കൂടുതൽ അവർ ഈ ഇൻ്റർവ്യൂവിൽ ഡിസ്കസ് ചെയ്യും. അടുത്തത് കറണ്ട് ഇവൻറ്റ്സ് എന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു ആർട്ടിക്കിളാണ്. ദ വോട്ട് തെഫ്റ്റ് സ്ലോഗൻ ഹാസ് ബാൻഡ് ടുഗദർ ദ ഒപ്പോസിഷൻ എനർജൈസ് ദ കോൺഗ്രസ് ആൻഡ് കാസ്റ്റ് ഡൗട്ട് ഓൺ ദ ഫെയർനെസ് ഓഫ് ദ ഇലക്ഷൻസ് ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് ദ മോഡി ഗവൺമെൻറ്. അടുത്തത് സ്പേസ്, സ്പേസ് ഇൻ്റർനാഷണൽ സ്പേസ്, ആ സ്പേസ് സ്റ്റേഷനിലെ പറ്റിയുള്ള ആർട്ടിക്കിളാണ്. സ്പേസിനെ പറ്റി, ശൂന്യാകാശത്തെ പറ്റിയുള്ള ആർട്ടിക്കിളാണ്. ഫ്രം ഡിസൈനിങ് സാറ്റലൈറ്റ് ടു സ്റ്റാർട്ടിങ് ദെയർ ഓൺ സ്പേസ് കമ്പനീസ് യങ് ഇന്ത്യൻസ് ആർ സ്പ്രെഡ് ഹെഡിങ് ദ കൺട്രീസ് സ്പേസ് റെവല്യൂഷൻ. അപ്പോൾ സ്പേസ് റെവല്യൂഷന് വേണ്ടി ഒരുപാട് കമ്പനികൾ പരിശ്രമിക്കുന്നു. ഇൻ്റർവ്യൂ ആണ് MOS ഡോക്ടർ ജിതേന്ദ്ര സിംഗുമായിട്ട് അഭിമുഖമുണ്ട്. IIT ആയിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. അപ്പോൾ അദ്ദേഹമായിട്ട് ഇൻ്റർവ്യൂ ഉണ്ട്. അതും സ്പേസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അടുത്തത് ഇവന്റ് മനോരമ ന്യൂസ് കോൺക്ലേവ് 2025 വാസ് ആൻ എക്സ്പാൻസീവ് മിക്സ് ഓഫ് ഗവേണൻസ്, ഡിബക്കിൾസ്, റീഫോം ഐഡിയാസ് ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്. ഇവന്റ് എന്നുള്ളതിനകത്ത് മനോരമ ന്യൂസ് കോൺക്ലേവ് 2025 പറ്റിയുള്ള റൈറ്റപ്പ് ആണ്. അടുത്ത ഗെയിമിംഗ് എന്ന ടോപ്പിക്കിൽ എഴുതുന്നു ദ ബാൻ ഓൺ റിയൽ മണി ഗെയിമിംഗ് ആപ്സ് ഹാസ് കമ്പൽഡ് കമ്പനീസ് ടു ചേഞ്ച് ദർ ബിസിനസ് സ്ട്രാറ്റജീസ്. റിയൽ മണി ഗെയിമിംഗ് ആപ്സ് ബാൻ ചെയ്തു, അതിനെ പറ്റിയുള്ള റൈറ്റപ്പ്. അടുത്തത് ബാങ്കിങ്ങിനെ പറ്റിയാണ്. ക്രൈസിസ് അറ്റ് ഇന്ത്യസ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഹവ് കാസ്റ്റ് ഡൗട്ട് ഓവർ ദർ ഡിപ്പെൻഡബിലിറ്റി ഈവൻ ആസ് റീഫോംസ് സ്ട്രെങ്തൻ ദെയർ ഓപ്പറേഷൻ. അപ്പോൾ ബാങ്കിങ്ങിനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിൾ. കൂടാതെ സ്ഥിരം പങ്ക്തികളായിട്ടുള്ള പവർ ഡ്രൈവ്, മെഡിസിൻ, റൈറ്റ് ആംഗിൾ, സൗണ്ട് ബൈറ്റ്, സിസോ നേഷൻ, ലാസ്റ്റ് വേർഡ്, അങ്ങനെ 6 സ്ഥിരം പങ്ക്തികൾ. അതിനുശേഷം ലേഷർ എന്ന് പറഞ്ഞാൽ പറഞ്ഞു മറ്റൊരു സ്ഥിരം പങ്ക്തിയാണ് ലേഷർ എന്നുള്ളത്. അതിനകത്ത് അമിത് ത്രിപാഠിയായിട്ടുള്ള ഇൻ്റർവ്യൂ. അമിത് ത്രിപാഠിയും ഒരു എഴുത്തുകാരനാണ്. എന്താ പറയുക, ശിവ ട്രിലോഗി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹൈപ്പിലുണ്ടായിരുന്ന ഒരു റൈറ്ററായിരുന്നു അമിത് ത്രിപാഠി. അദ്ദേഹവുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ. അങ്ങനെ ഇത്രയാണ് കണ്ടന്റ് പേജ്. ഇതാണ് കവർ. ദ വീക്ക് സെപ്റ്റംബർ 7 വരെ 2025. കൂടാതെ അതിൻ്റെ ഈ ഇപ്പം ഞാൻ കാണിച്ചതിൻ്റെ കൂടെ കിട്ടുന്ന സപ്ലിമെൻ്റ് ആണ് വീക്ക് ഹെൽത്ത്. അപ്പോൾ അതിൻ്റെ കവർ സ്റ്റോറി എന്ന് പറയുന്നത് ടു സേവ് എ ലൈഫ്, ഹൗ സ്റ്റിമുലേറ്റേഴ്സ് ആർ ഹെൽപ്പിംഗ് ക്രിയേറ്റ് ബെറ്റർ ഔട്ട്കംസ് ഫോർ സ്ട്രോക്ക് പേഷ്യൻസ്, ആക്സിഡൻറ്റ് വിക്ടിംസ് ആൻഡ് ചിൽഡ്രൻ വിത്ത് ADHD. എങ്ങനെയാണ് സ്റ്റിമുലേഷൻ, അതായത് ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് സ്റ്റിമുലേഷൻ ഉപയോഗിക്കുന്നത് എന്തുമാത്രം ഹെൽപ്ഫുൾ ആണെന്നുള്ളതാണ് ആർട്ടിക്കിൾ. അപ്പോൾ ഇതാണ് കവർ എന്താ പറയുക കണ്ടന്റ് പേജ്. അപ്പോൾ കണ്ടന്റ് പേജ് ഞാൻ ഒന്ന് വായിക്കുകയാണ്. കവർ സ്റ്റോറി സ്റ്റിമുലേറ്റ് ടു സ്റ്റിമുലേറ്റ്. Stimulation technology is transforming medical education, enabling doctors and students to train without risking patient safety. It is also finding growing use in clinical practice as a therapeutic tool. അടുത്ത ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. കനിഹ ചഹാൽ എന്ന് പറയുന്ന ഒരു ഈ സ്റ്റിമുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ വ്യക്തിയാണ് കനിഹ ചഹാൽ. അവരുമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അടുത്തത് 16 അബോഷൻ എന്ന ടോപ്പിക്കിലുള്ള ആർട്ടിക്കിളാണ്. ഇന്ത്യസ് അബോഷൻ ലാസ് അപ്ഹോൾഡ് എ വുമൻസ് റൈറ്റ് ടു ചൂസ് ബട്ട് സ്റ്റിഗ്മ ആൻഡ് ഹൈ കോസ്റ്റ് ഓഫൻ പുട്ട് ദാറ്റ് ചോയ്സ് ഔട്ട് ഓഫ് റീച്ച്. അടുത്തത് അൺഡോക്ടേഡ്, അതിനകത്ത് ഉള്ള ആർട്ടിക്കിളാണ്. ദ കീ ടു ഡീലിംഗ് വിത്ത് ഡയബറ്റീസ് ഇൻ ഇന്ത്യ ലൈസ് ഇൻ മൂവിംഗ് ബിയോണ്ട് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ടു ക്രിയേറ്റിംഗ് സപ്പോർട്ടീവ് കണ്ടീഷൻസ്. അടുത്തത് ഹാങ് ഓവർ എന്ന് പറയുന്ന ടോപ്പിക്കിലാണ്. ഹാങ് ഓവേഴ്സ് ആർ കോമ്പിനേഷൻ ഓഫ് കണ്ടീഷൻസ് ബോത്ത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആൻഡ് എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ഹാങ് ഓവർ സിംറ്റംസ്. അപ്പം മദ്യപിച്ചിട്ട് വരുന്നതാണ് ഹാങ് ഓവർ, മദ്യപിച്ചതിൻ്റെ പിറ്റേ ദിവസം. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിൾ. സ്ഥിരം പങ്ക്തികളായിട്ടുള്ള ലെറ്റേഴ്സ്, അതായത് വായനക്കാരെഴുതുന്നു. പിന്നെ ക്വിക്ക് സ്കാൻ, മെഡ് ടോക്ക്, യോഗ മേഡ് ഈസി, അങ്ങനെ 4 സ്ഥിരം പങ്ക്തികളുണ്ട്. ഇതാണ് കണ്ടന്റ് പേജ്. ഹെൽത്ത്, ദ വീക്ക് ഹെൽത്ത് എന്നാണ് ഈ മാഗസീൻ്റെ സപ്ലിമെൻ്റ് ആണ്. സപ്ലിമെൻറ്റിൻ്റെ പേര് ദ വീക്ക് ഹെൽത്ത്, മാഗസീനിലൂടെ കിട്ടുന്ന സപ്ലിമെൻ്റാണ്. ഇനി അടുത്ത കാണിക്കുന്ന കേരള ശബ്ദം എന്ന് പറയുന്ന മാസികയാണ്. ഇതാണ് കേരള ശബ്ദം. ഇത് അവിടെ തൂങ്ങിക്കിടന്നപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പം പൊളിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഓർ സാംസ്കാരികമായിട്ട് വേറെ ഏതെങ്കിലും മാതൃഭൂമിക്കാണ് പോയത്, അത് കിട്ടിയില്ല. മാതൃഭൂമിയുടെ ഓണപ്പതിപ്പിനാണ് പോയത്.
ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓർത്ത് കേരള ശബ്ദം അവിടെ കിടന്ന് ഞാൻ എടുത്തു. അപ്പം ഞാൻ ഇതിൻ്റെ ഡേറ്റ് നോക്കിയില്ല, ഇവിടെ വന്നിട്ടാണ് ഞാൻ ഡേറ്റ് നോക്കിയത്. അപ്പം ഞാൻ വലിച്ചപ്പോൾ ഞാൻ ഓർത്ത് ലേറ്റസ്റ്റ് ആയിരിക്കുമല്ലോ, അവിടെ ഞാൻ എപ്പോഴും എല്ലാം ഞാൻ ലേറ്റസ്റ്റ് ആണ് തൂക്കിയിടുന്നത് ഫ്രണ്ടിൽ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു അതിൽ നിന്ന് ഞാൻ വലിച്ചെടുത്തതാണ് ഫ്രണ്ടിൽ കിടന്നത്. അപ്പോൾ ആ വലിച്ചിട്ട് ഇതിന് കൂടെ വെച്ചതാണ്. അപ്പം ഞാൻ ലേറ്റസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് എടുത്തത്. പക്ഷേ ഇത് ജൂലൈയിലെ മാസികയാണ്. ഇതിപ്പോൾ സെപ്റ്റംബറാണ്. സെപ്റ്റംബറിൽ ജൂലൈ 16 തൊട്ട് 31 വരെയുള്ള മാസികയാണ് ഇത് കേരള ശബ്ദം. അതായത് 2-3 മാസം മുമ്പത്തെ മാസികയാണിത്. അവിടെ കിടന്നപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പറിച്ചെടുത്തതാണ്. കാരണം കേരള ശബ്ദം എന്നുള്ളതല്ലേ നമ്മൾ വായിക്കത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കിടക്കുന്നത് പുതിയതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എടുത്തത്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ജൂലൈയിലെ മാസികയാണ്. ജൂലൈ 16 തൊട്ട് 31 വരെ 2025 അതാണ് കേരള ശബ്ദം. അപ്പോൾ അതിൻ്റെ അന്നത്തെ കവർ സ്റ്റോറിയാണ് ഭരണഘടനയുടെ ആമുഖം തിരുത്താൻ RSS എന്നാണ് കവർ സ്റ്റോറി. കൂടാതെ സൂംബ ഡാൻസ് മുസ്ലിം സംഘടനകൾ എന്തുകൊണ്ട് എതിർക്കുന്നു, അത് മറ്റൊരു ആർട്ടിക്കിൾ. മുസ്ലിം രാഷ്ട്രീയവും കേരളവും നിലമ്പൂരിന് മുമ്പും ശേഷവും, അതൊരു ആർട്ടിക്കിൾ. ആരോഗ്യരംഗത്തെ അനാരോഗ്യം എന്തുകൊണ്ട്, അത് ഒരു ആർട്ടിക്കിളാണ്. ഇതെല്ലാം ജൂലൈയിൽ നടന്ന സംഭവങ്ങളൊക്കെയാണ്. ഇതാണ് കണ്ടന്റ് പേജ്, കേരള ശബ്ദം കണ്ടന്റ് പേജ്. അപ്പോൾ കണ്ടന്റ് മൊത്തത്തിൽ നിരത്തി വായിക്കാം. അതിനകത്ത് എന്താ പറഞ്ഞാൽ എഴുതിയ ആളുടെ പേരും ഇതുണ്ട്. പ്രസാദകുറിപ്പ്: ചാൻസലർ പദവി ഭരണഘടനാ ദത്തമല്ലെങ്കിൽ എന്തിനിത്ര വാശി, അതാണ് എഡിറ്റോറിയൽ. അടുത്തത് ആരോഗ്യരംഗത്തെ അനാരോഗ്യം എന്തുകൊണ്ട്, അത് മറ്റൊരു ആർട്ടിക്കിൾ. നിലമ്പൂർ അവസാന വാക്കല്ല, പ്രതീക്ഷയിൽ LDF, അഡ്വക്കേറ്റ് N മോഹനൻ പിള്ളയാണ് ആ ആർട്ടിക്കിൾ എഴുതുന്നത്. ഭരണഘടനയുടെ ആമുഖം തിരുത്താൻ RSS നീക്കം. പിന്നെ മുസ്ലിം രാഷ്ട്രീയവും കേരളവും നിലമ്പൂരിന് മുമ്പും ശേഷവും. സൂംബ ഡാൻസ് മുസ്ലിം സംഘടനകൾ എന്തുകൊണ്ട് എതിർക്കുന്നു. ചേരിപ്പോരിലുലഞ്ഞ് BJP നേതൃത്വം. എന്തുകൊണ്ട് കേരളത്തിലെ വിത്തുകൾ ബഹിരാകാശത്ത് കൊണ്ടുപോയി, മറ്റൊരു ആർട്ടിക്കിൾ. നവതി നിറവിൽ ദലൈലാമ, അത് മറ്റൊരു ആർട്ടിക്കിൾ. രാമസേതു മനുഷ്യനിർമ്മിതമോ സ്വാഭാവികമോ. മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെ എന്തുകൊണ്ട് മോചിപ്പിക്കുന്നില്ല. യുദ്ധം ജയിച്ചു, പക്ഷെ നെഹദ്യാഹുവിനെ ഇസ്രയേലുകൾ വിശ്വസിക്കുമോ, അങ്ങനെ ഒരു ആർട്ടിക്കിൾ. അതായത് ആ ആർട്ടിക്കിൾ എഴുതുന്നത് കല്ലമ്പലം അൻസാരിയാണ്. അടുത്തത് ജയിൽ വളപ്പിലെ ഇളം പാദങ്ങൾ. കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചെലവുകൾ, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും, ആ ആർട്ടിക്കിൾ എഴുതുന്നത് സുരേഷ് വണ്ടന്നൂർ. സിദ്ധരാമയ്യ തുടരും, ശിവകുമാർ പിന്തുടരും. മലയാള ഭാഷാ ബിൽ വീണ്ടും നിയമസഭയിൽ അവതരിപ്പിക്കണം. അനിൽ ദളവത്ത് പാകിസ്ഥാൻ ക്രിക്കറ്റിലെ ആദ്യ ഹിന്ദു. രാജ് ഉദ്ധവ് കൂട്ടുകെട്ട്, നേട്ടമോ കോട്ടമോ. പോലീസ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് സ്ഥിരം പങ്ക്തിയാണ്. അതിനകത്ത് ഈ ആഴ്ചത്തെ ടോപ്പിക്ക് ശവം തൂക്കുന്ന ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ, എഴുതുന്നത് RK കൃഷ്ണകുമാർ DYSP റിട്ടയർഡ്. നോവൽ സ്ഥിരമായിട്ട് വരുന്ന സീരിയസ് നോവൽ ഒരു വിരൽ അരികെ, എഴുതുന്നത് ഡോക്ടർ MS നൗഫൽ എഴുതുന്ന നോവലാണ് ഒരു വിരൽ അരികെ. നവജാത ശിശുക്കളുടെ കൊലപാതകം തെളിഞ്ഞതെങ്ങനെ, അത് മറ്റൊരു ആർട്ടിക്കിൾ. ലാസ്റ്റ് പേജ് എനിക്കറിയാം സ്ഥിരം പങ്ക്തി ആയിരിക്കും, GR സന്തോഷ് കുമാറാണ് അത് എഴുതുന്നത്. അടുത്തത് സ്ഥിരം പങ്ക്തികൾ 3 കൊടുത്തിരിക്കുന്നു. വീക്ക്ലി സ്ട്രൈക്ക്, പാർലമെന്റ് സ്ട്രീറ്റ്, കത്തുകൾ, ഇത്രയാണ് സ്ഥിരം പങ്ക്തി. കേരള ശബ്ദം കണ്ടന്റ് പേജ്, ഉള്ളടക്കം പേജ്. ഇതാണ് കവർ. പക്ഷേ ഇത് ജൂലൈ 2025, അതായത് ജൂലൈ 15 തൊട്ട് 16 തൊട്ട് 31 വരെ, ജൂലൈ 2. അപ്പോൾ അത് ബൈമന്ത്ലിയുടെ ജൂലൈയിലെ 2nd ഇഷ്യൂ ആണിത്. ജൂലൈ മാസത്തിലെ 2025 ജൂലൈ മാസത്തിൽ. പക്ഷെ നമുക്ക് കിട്ടിയത് സെപ്റ്റംബറിലാണ്. നമ്മുടെ അവിടെ തൂങ്ങി കിടന്നപ്പോൾ ഞാനത് ലേറ്റസ്റ്റ് ആണെന്ന് പറഞ്ഞെടുത്തതാണ്. അപ്പം ഇത്രയാണ് വാങ്ങിയ മാസികകൾ. ഇതിനകത്ത് തീർച്ചയായിട്ടും ഞാൻ കവർ ടു കവർ വായിക്കാൻ പോകുന്നത് വാർഷിക പതിപ്പാണ്, മനോരമയുടെ വാർഷിക പതിപ്പാണ്. മാതൃഭൂമിയുടെ ഓണപ്പതിപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കവർ ടു കവർ വായിച്ചാണ്. കഴിഞ്ഞ വർഷവും ഞാൻ അത് രണ്ടും കവർ ടു കവർ വായിച്ചിട്ട് അത് ബുക്കായിട്ട് കൗണ്ട് ചെയ്തായിരുന്നു. ഇപ്രാവശ്യവും ഈ മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ മാതൃഭൂമി ആഴ്ച പതിപ്പ് അതിൻ്റെ എല്ലാ ഓണപ്പതിപ്പും മനോരമയുടെ വാർഷിക പതിപ്പ് അത് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും മനോരമയുടെ വാർഷിക പതിപ്പ് കവർ ടു കവർ വായിച്ചിട്ട് ഫസ്റ്റ് വോളി സെക്കൻഡ് വോളി ഓരോരോ ബുക്കായിട്ട് കൂട്ടും നമ്മുടെ റീഡിങ് ചലഞ്ചിന്. എന്നാൽ മാത്രമേ നമുക്ക് വായിക്കാനൊരു മോട്ടിവേഷൻ ഉള്ളൂ. അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇത്രയും മാസികകളാണ് ഇപ്രാവശ്യം വാങ്ങിച്ചത്. ഓണപ്പതിപ്പിനായിട്ട് പോയതാണ്. ഓണപ്പതിപ്പിന് പകരം ഇതൊക്കെയാണ് കിട്ടിയത്. അപ്പം ഈ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് അവർക്കും നന്ദി.